ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യരാത്രി എന്നാണ് കേട്ടോ സ്റ്റോറിയുടെ പേര്. അപ്പോൾ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കി പാർട്ടൊക്കെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഈ പുതിയ സ്റ്റോറി തുടങ്ങാം. ആദ്യരാത്രി ഭാഗം 1. സമയം രാത്രി ഏകദേശം 10 മണി. രാത്രിയിലെ ഇരുട്ടിനെ കാര്യമാക്കാതെ ഫൈസൽ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു. ട്രെയിൻ വരാനുള്ള സമയമായി ഫൈസൽ ട്രാക്കിൽ നിന്ന് മാറിയില്ല. ട്രെയിൻ അവൻ്റെ അടുത്ത് എത്താറായപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നൊരു പ്രായമേറിയ മനുഷ്യൻ അവനെ ട്രാക്കിൽ നിന്നും തള്ളിമാറ്റി. ട്രെയിൻ കടന്നുപോയി. മോനെന്താ ചെവി കേൾക്കില്ലേ? എന്നെ എന്തിനാ പിടിച്ചു മാറ്റിയത്? സ്വസ്ഥമായിട്ട് മരിക്കാനും സമ്മതിക്കില്ലേ? കണ്ടാൽ പ്രായം 23 വയസ്സാണല്ലോ തോന്നിക്കുക. ഈ ചെറിയ പ്രായത്തിൽ എന്തിനാ മരിക്കുന്നത്? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? എൻ്റെ പെണ്ണിന്ന് മറ്റൊരുത്തന് സ്വന്തമായി. അവൾ മധുവിധം ആഘോഷിക്കുമ്പോൾ എനിക്ക് ഈ ലോകത്ത് വിട പറയണം. അപ്പോൾ കാമുകി മറ്റൊരുത്തന് സ്വന്തമായപ്പോൾ മരിക്കാൻ പോകുന്നതാണല്ലേ? നാണമില്ലല്ലോ. താൻ മരിച്ചാൽ ആർക്കും പോകില്ല, തൻ്റെ വീട്ടുകാർക്ക് മാത്രമാണ് പോവുക. ആ സമയം മറ്റൊരു വീട്ടിൽ. നീ റൂമിലോട്ട് ചെല്ല ആസിഫ്. ഇപ്പോൾ പോകണോ? പിന്നെ ഇപ്പോൾ പോകാതെ നാളെ പോയാൽ മതിയോ? നീ നിന്റെ നാണം എല്ലാം മാറ്റിയിട്ട് നീ റൂമിലോട്ട് ചെന്നേ. അങ്ങനെ ആസിഫ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് അവൻ മെല്ലെ അവൻ്റെ റൂമിലോട്ട് നടന്നു. ആ റൂം സിനിമയിലെല്ലാം കാണുന്നത് പോലെ മുല്ലപ്പൂവെല്ലാം ഉപയോഗിച്ച് ഒരു കൊച്ചു മണിയറ ആക്കിയിട്ടുണ്ടായിരുന്നു. അവൻ റൂമിലെത്തി മുല്ലപ്പൂവ് ചെറുതായി മണത്തു നോക്കി. ആ സമയമായിരുന്നു അവൻ്റെ മണവാട്ടി റൂമിലോട്ട് വന്നത്. അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഉണ്ടായിരുന്നു. അവൾ ആ പാല് മേശയിൽ വെച്ചു. എന്നിട്ട് തല താഴ്ത്തി നിന്നു. അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ അവൻ്റെ വിറയ്ക്കുന്ന കൈകൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ കയ്യിൽ പതിക്കുകയും ചെയ്തു. അവൻ അവൻ്റെ കൈകൾ അവളുടെ കൈകളിൽ നിന്ന് എടുത്തു. അതെ, താനെന്തിനാ കരയുന്നത്? ഞാൻ കൈവച്ചിട്ടാണെങ്കിൽ സോറി. ഇക്ക, എനിക്കിപ്പോൾ ഇക്കാൻ്റെ ഭാര്യയായി ജീവിക്കാൻ പറ്റില്ല. എനിക്കൊരാളെ ഇഷ്ടമാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ? ഇതിനാണോ താൻ കരഞ്ഞത്? തനിക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ സഹായിക്കാം അയാളോടൊപ്പം ജീവിക്കാൻ. താൻ കരയണ്ട. താൻ ആ കട്ടിലിൽ കിടന്നോ. ആ മുല്ലപ്പൂവെല്ലാം ഞാൻ കളഞ്ഞു തരാം. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ പണിയാണ്. അപ്പോൾ ഇക്ക എവിടെ കിടക്കും? ഞാൻ ഈ നിലത്ത് കിടന്നോളാം. ഇക്ക കട്ടിലിൽ കിടന്നോ, ഞാൻ നിലത്ത് കിടന്നോളാം. അത് വേണ്ട, താൻ കട്ടിലിൽ കിടന്നോ. ആ സമയം റെയിൽവേ സ്റ്റേഷനിൽ. മോനെ, ഞാൻ ബംഗളൂരുവിലേക്ക് പോകാനാണ് വന്നത്. ട്രെയിൻ നാളെ രാവിലെ 10 മണിക്കാണ് ഉള്ളത്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുള്ളൂ. മോൻ്റെ ആ പ്രണയത്തെക്കുറിച്ച് വിരോധമില്ലെങ്കിൽ എന്നോട് പറ. അവൻ്റെ കണ്ണുകളിൽ അവൻ ജനിച്ച അന്നു മുതലുള്ള കാര്യങ്ങൾ മിന്നിമറയാൻ തുടങ്ങി. മോനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ടാട്ടോ. ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം ഞാൻ മെല്ലെ കണ്ണുകൾ അടച്ചു. എന്നിട്ട് ഞാൻ ജനിച്ച അന്നു മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ആ മനുഷ്യനോട് പറയാൻ തുടങ്ങി. 1995 ആഗസ്റ്റ് 14-ാം തീയതി രാത്രി 12 മണിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിലാണ് ഞാൻ ജനിച്ചത്. ആ ദിവസം എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ. ആ സമയമായിരുന്നു എൻ്റെ നിഷാനയുടെ ജനനം. എന്നാൽ ഞങ്ങൾ ആദ്യമായി കാണുന്നത് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഡാ ഫൈസൽ. എന്താ അരുൺ? ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം, നൈറ്റ് എന്ന് വെച്ചാൽ രാത്രി. അപ്പോൾ ഫസ്റ്റ് നൈറ്റ് എന്ന് വെച്ചാൽ ആദ്യ രാത്രി. അതെനിക്ക് മനസ്സിലായി. അവിടെ എന്താ നടക്കുന്നത് എന്ന് അത് എനിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഒത്തിരി സിനിമകളിലെല്ലാം കേട്ടിട്ടുണ്ട്. ഞാനിത് സിനിമയിലാണ് കേൾക്കുന്നത്. അരുൺ, നമുക്കിത് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചാലോ? ടീച്ചർ പറഞ്ഞേക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കണമെന്നല്ലേ? ഫൈസൽ, അത് ശരിയാണ്. പക്ഷെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചാൽ നല്ല അടി കിട്ടും. ഇത്രയായിട്ട് ഇതുപോലും പഠിച്ചില്ല എന്ന് ചോദിച്ച്. അപ്പോൾ നമ്മൾ ഈ സംശയത്തിന് എങ്ങനെ ഉത്തരം കണ്ടെത്തും? ഫൈസൽ, അതിന് വഴിയുണ്ട്. എന്ത് വഴിയാണ് അരുൺ? നമ്മുടെ സീനിയേഴ്സ്. അവർക്കറിയാമോ? പിന്നെ അവർ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. സ്റ്റോപ്പ്, താനൊന്ന് നിർത്തിക്കേ. എന്താ ചേട്ടാ? നിങ്ങൾ വിചാരിച്ച പോലെയല്ലല്ലോ. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അങ്ങനൊരു അറിവുണ്ടായില്ല. ഈ സിനിമ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആ വാക്ക് തന്നെ പഠിച്ചത്. താൻ എന്തായാലും ബാക്കി പറ. ചേട്ടൻ എൻ്റെ സ്റ്റോറി ഇൻട്രസ്റ്റ് ആയി എന്ന് തോന്നുന്നു. ഒരാളുടെ ജീവിതകഥ കേൾക്കുന്നതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലേ? താൻ ബാക്കി പറ. അപ്പോൾ അരുൺ, നമുക്കിപ്പോൾ തന്നെ പോയി ചോദിച്ചാലോ? ഇപ്പോൾ ഒന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. അരുൺ. എന്താ ഫൈസൽ? അത് ഏതാടാ പെണ്ണ്? നീ പരിചയപ്പെട്ടിട്ടൊന്നും ഇല്ലേ? ഇല്ല. പേര് നിഷാന. എല്ലാവരും നിഷു എന്ന് വിളിക്കും. ഇംഗ്ലീഷ് മീഡിയം ആണ്. അല്ല, നീ അറിയില്ലേ? നിന്റെ വീടിൻ്റെ അടുത്താണ്. നീ വന്നേ അരുൺ. എവിടേക്ക്? നീ വാ.
ഞങ്ങൾ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് നടന്നു. ഹലോ ഹലോ, ഞാൻ ഫൈസി എന്ന് വിളിക്കും. ഞാൻ നിഷാന. ഞാൻ അറിയും, തൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീടും. ആദ്യം അവൾ എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയില്ലായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിൽ വെച്ച് പ്രേമം അങ്ങനെയൊന്നും അത്രയ്ക്ക് അറിയാൻ പാടില്ലാത്ത സമയമാണേ. പ്രണയമല്ല സിനിമകളിൽ മാത്രമാണ് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. അങ്ങനെ ക്ലാസ്സിലെല്ലാം കയറി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്തേക്ക് പോയി. ചേട്ടാ. എന്താടാ? ഞങ്ങൾക്കൊരു സംശയം ചോദിക്കാൻ വന്നതാണ്. എന്ത് സംശയം? ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് വെച്ചാൽ എന്താ? മച്ചാനെ, പിള്ളേരാൾ കൊള്ളാലോ. ഇപ്പോൾ മുതലേ ഉള്ള സംശയം കണ്ട. പാവം പിള്ളേർ, ചോദിച്ചതല്ലേ, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നാളെ ശനിയാഴ്ചയല്ലേ, എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. താങ്ക്സ് ചേട്ടാ. മച്ചാനെ, പിള്ളേർ നമുക്ക് പറ്റിയ കമ്പനി തന്നെ. അങ്ങനെ അടുത്ത ദിവസം ആ ചേട്ടായി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ചെന്നു. അതേ, ഇതൊന്നും ആരോടും പറയരുതിട്ടോ. ഇല്ല. അരുൺ, നിനക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഒരെണ്ണം കൂടി കിട്ടുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഫൈസലിൻ്റെ വീട്ടിൽ. ഇത് ഫൈസലിൻ്റെ വീടല്ലേ? അതെ സാർ. നിങ്ങളുടെ മോൻ എവിടെ? സാർ, എന്തിനാ അവനെ തപ്പുന്നത്? അവൻ കുട്ടിയല്ലേ. കുട്ടി? അവൻ്റെ സ്വഭാവം 7ാം ക്ലാസ്സുകാരൻ്റെ അല്ല. നിങ്ങളാണോ അവൻ്റെ തന്ത? അതെ. ആദ്യം നിങ്ങൾക്കിട്ട് 2 തരണം. മക്കളെ നേരെ ചൊവ്വെ വളർത്തണം, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് 2 കിട്ടും. എന്താ സാർ പ്രശ്നം? പ്രശ്നം താൻ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. സാർ, എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞോ. തൻ്റെ മോനും അവൻ്റെ കൂട്ടുകാരനും കാരണം ഈ നാട്ടിൽ പെണ്ണുങ്ങൾക്കൊന്നും നേരെ ജീവിക്കാൻ പറ്റുന്നില്ല. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ കാരണം പെണ്ണുങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തത് എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്കൊന്നും മനസ്സിലാവില്ല. താൻ നല്ലൊരു തന്തയായിരുന്നുവെങ്കിൽ തൻ്റെ മകൻ വഴിതെറ്റി പോകില്ലായിരുന്നു. മക്കളെ നേരെ വളർത്തണം, അല്ലാതെ കയറൂരി വിടല്ല വേണ്ടത്. സാർ, എന്താ എന്ന് വെച്ചാൽ തെളിച്ച് പറ. തൻ്റെ മകൻ സ്കൂളിൽ പെൺകുട്ടികളുടെ വാഷ്റൂമിൽ കയറി ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു. ഇതാണ് തൻ്റെ മകൻ്റെ പേരിൽ കിട്ടിയ പരാതി. അതിൻ്റെ പേരിൽ വീട്ടിൽ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് അന്ന് നല്ല അടി കിട്ടി. വീട്ടിലും നാട്ടിലും സ്കൂളിലും നല്ല ചീത്ത പേരും കിട്ടി. അങ്ങനെ ഞങ്ങൾ വളർന്നൊരു കോളേജ് ലെവലെത്തി. ഞങ്ങളുടെ ആ ചീത്ത പേര് നല്ല രീതിയിൽ വളർന്നു. ഒത്തിരി പോലീസ് കേസും ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഈ 10ാം ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് സെക്സിനോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന കാലമാണല്ലോ. അതിൻ്റേതായ ഒത്തിരി ചീത്ത പേര് ഈ കാലഘട്ടത്തിൽ നേടി. എന്നാൽ ഡിഗ്രി 2nd ഇയർ ക്ലാസ് തുടങ്ങിയ സമയമാണതുണ്ടായത്. ഞാൻ കഥ പറച്ചിലൊന്ന് നിർത്തി. ചേട്ടാ. താൻ ബാക്കി പറ. ചേട്ടാ, ബാക്കി ഞാൻ പറയാം. ചേട്ടനെ കണ്ടപ്പോൾ മുതൽ ഒരു വിഷമം ചേട്ടൻ്റെ മുഖത്ത് കാണാം. ചേട്ടൻ്റെ പ്രശ്നം എന്താ? തുടരും.